ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഓരോ സ്റ്റിച്ചും പഠിക്കുമ്പോൾ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് അറിയായിരിക്കും. ഓരോ സ്റ്റിച്ച് അവർ പഠിക്കുമ്പോൾ ആ സ്റ്റിച്ചിൻ്റെ ഒരു ഹിസ്റ്ററി കുറച്ച് നമുക്ക് പറഞ്ഞു തരും. അത് എവിടേക്കാണ് യൂസ് ചെയ്തത്, എവിടെ നിന്നാണ് അത് അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നായിരിക്കും, അത് എങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്ത് തയ്ച്ചുകൊണ്ടിരുന്നത്, അതിൽ എത്ര സ്റ്റിച്ചസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ കസോത്തി വർക്ക് അല്ലെങ്കിൽ ചിക്കൻ കാരി വർക്ക്, ലക്നൗ വർക്ക് എന്നൊക്കെ പറയും. അങ്ങനെ ഒരേ വർക്കിന് ഇപ്പോൾ ചിക്കൻ കാരി വർക്ക് എന്ന് പറഞ്ഞാൽ ഷാഡോ വർക്ക് മാത്രമല്ല ചിക്കൻ കാരി വർക്കിൽ വരുന്നത്. ആ ചിക്കൻ കാരി വർക്കിൻ്റെ അടിയിൽ കുറേ സ്റ്റിച്ചസ് വരുന്നുണ്ട്. അതുപോലെ പല സ്റ്റിച്ചസിനും ഉണ്ട്. ഒരേ സ്ഥലത്ത് ഒരേ സ്റ്റിച്ചിനും ഒരേ പേരാണ് കൊടുക്കുന്നത്. നമ്മൾ വേറെ പേരും പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പം എന്നോട് ഇതിനു മുമ്പ് ഒരു ആൾ ചോദിച്ചതാണ്, ഒന്നല്ല 2-3 പേര് ചോദിച്ചിട്ടുണ്ട്, കസോത്തി വർക്ക് ടെമ്പിൾ പ്രിൻ്റ്, അതിൻ്റെ അകത്ത് കസോത്തി വർക്കിൻ്റെ അകത്ത് ട്രഡീഷണൽ ടെമ്പിൾസിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആനിമൽസ് ആവാം, പീകോക്സ്, ബേർഡ്സ്, അങ്ങനെ പലതരം സ്റ്റിച്ചസ് ഉണ്ട്. സിമ്പിൾ രംഗോലി പാറ്റേൺസും ഉണ്ട്. കസോത്തി വർക്കിന് പല പല സ്റ്റിച്ചസ് യൂസ് ചെയ്യും. അത് നമ്മൾ ഗൂഗിളിലോ എവിടെയെങ്കിലും സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കസോത്തി വർക്കിൻ്റെ അടിയിൽ അറൗണ്ട് 5000 സ്റ്റിച്ചസ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതൊക്കെ ഒത്തിരി പണ്ട് മുതലേ യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ഒരു വർക്കാണ് ഈ കസോത്തി വർക്ക് എന്ന് പറഞ്ഞാൽ. നമ്മളൊരു പാറ്റേൺ തയ്ക്കുമ്പോൾ, കസോത്തി വർക്ക് പാറ്റേൺ തയ്ക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ, ഒരു റണ്ണിങ് സ്റ്റിച്ച് അല്ലെങ്കിൽ ബാക്ക് സ്റ്റിച്ച് അങ്ങോട്ട് പോകുന്നു തിരിച്ചു വരുന്നു, അതാണ് കസോത്തി വർക്കിലുള്ള എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അത് കൂടാതെ പലതരം സ്റ്റിച്ചസും അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ കസോത്തി വർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, കസോത്തി വർക്ക് ചെയ്യുമ്പം നോട്ട് ഇടാൻ പാടില്ല എന്നൊരു ഇതുണ്ട്. എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ആൾക്കാർ പറയുന്നത് ഈ കസോത്തി വർക്കിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഇരിക്കണം, അതുകൊണ്ട് അവർ തയ്ക്കുമ്പം നോട്ട് പോലും ഇടാണ്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കേണ്ടത്, ടെമ്പിൾ പ്രിൻ്റ് അല്ലെങ്കിൽ നോർമൽ പ്രിൻ്റ് ആയാലും ഏത് പ്രിൻ്റ് ആയാലും രംഗോലി പാറ്റേൺ ആയാലും അതെങ്ങനെയാണ് തയ്ക്കേണ്ടത്, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കസോത്തി വർക്കിൻ്റെ അകത്ത് 5000 സ്റ്റിച്ചസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പലതരം സ്റ്റിച്ചസ് വരുന്നത്, സാറ്റിൻ സ്റ്റിച്ച് വരുന്നുണ്ട്, ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് വരുന്നുണ്ട്, ബാക്ക് സ്റ്റിച്ച് വരുന്നുണ്ട്, പിന്നെ ക്രോസ് സ്റ്റിച്ച്, കസോത്തി ക്രോസ് സ്റ്റിച്ച്. നമ്മൾ പറയും, എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു കസോത്തി ക്രോസ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ നോർമലി എങ്ങനെയാണ് ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആ പാറ്റേണിലുള്ള ഡിഫറൻസിനാണ് പറയുന്നത് കസോത്തി ക്രോസ് സ്റ്റിച്ച് എന്ന്. പാറ്റേൺ ഒന്നെങ്കിൽ ഒരു ബേർഡിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ടെമ്പിൾ പ്രിൻ്റ് ഒക്കെ ആയിരിക്കും കൂടുതൽ കസോത്തി വർക്കിന് വരുന്നത്. അപ്പം ആ ഒരു സ്റ്റിച്ച് പാറ്റേൺ നമ്മൾ ക്രോസ് സ്റ്റിച്ച് വെച്ച് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ ഞാനൊരു സിമ്പിൾ ഡിസൈനാണ് കാണിക്കുന്നത്. അത് വെച്ച് ചെയ്തൊരു സാരി ഞാൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ആ സാരിയുടെ ബ്ലൂ പ്രിൻ്റ് വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് സാരി എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ സാരിയുടെ മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. എൽ ഷേപ്പിലാണ് മുന്താണിയിൽ വന്നിരിക്കുന്നത്. 2 സൈഡിലും ഇതുപോലെ എൽ ഷേപ്പിൽ മുന്താണിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഗ്രേപ്പ് വൈൻ കളറാണ്. നമുക്ക് വീഡിയോയിൽ ഒരു ബ്രൗൺ കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സത്യത്തിൽ അത് ബ്രൗൺ അല്ല, ഒരു ഗ്രേപ്പ് വൈൻ കളർ ത്രെഡും പിന്നെ ഓറഞ്ച് കളർ ത്രെഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കസോത്തി വർക്കിൻ്റെ ഡിസൈൻ വരയ്ക്കാനാണ്, നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വരയ്ക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇപ്പോൾ ഇത് മുന്താണിയിൽ ഇതുവരെ എൽ ഷേപ്പാണ്. അപ്പോൾ ഇത് ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 13 ഇഞ്ചാണ് ഇതിൻ്റെ ഈ ഡിസൈൻ്റെ ലെങ്ത്ത്. ഇവിടെ അതിൻ്റെ പകുതിയേ ഉള്ളൂ. എൽ ഷേപ്പ് വരുമ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് കുറച്ചും അങ്ങോട്ടേക്ക് നല്ലോണം നീളത്തിലുമാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ 13 ഇഞ്ചാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് റണ്ണിങ് പോർഷനിൽ നമ്മളൊരു ഡിസൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ റണ്ണിങ് പോർഷനിലുള്ള ഡിസൈൻ കുഞ്ഞിതാണ്. ആ എൽ ഡിസൈനിൽ തയ്ച്ചിരിക്കുന്ന ആ മാതിരി അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്ന മാതിരി 4 കോളംസ് ആണ് ഉള്ളത്. ഇതുപോലത്തെ 4 കോളം ഡയമണ്ട് ഷേപ്പാണ് ഉള്ളത്. അങ്ങനെയാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്.
പിന്നെ വരുന്നത് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഫ്രണ്ടിൽ 44 ഇഞ്ച് കഴിയുമ്പോൾ വരുന്ന ഡിസൈനാണ്. ഇതൊരു 13 ഇഞ്ച് ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ 10 ഇഞ്ച് ഗ്യാപ്പ് വന്നിട്ടാണ് അടുത്ത ഡിസൈൻ. പിന്നെ അങ്ങനെ വീണ്ടും 10 ഇഞ്ച് ഗ്യാപ്പ് വന്നിട്ട് അടുത്ത ഡിസൈൻ. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഫുൾ സാരിയിലും പ്ലീറ്റ്സിലൊക്കെ ഇതുപോലെ തന്നെ 10 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കും. അപ്പോൾ ഇതിൻ്റെ സെയിം തന്നെ മറുവശത്തും ഇതുപോലെ തന്നെ ഡിസൈൻ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്ലീറ്റ്സിൽ വരുന്ന ഡിസൈനാണ് ഇത് വരുന്നത്. അതുപോലെ ഇങ്ങനെ ഇവിടെ ഈ ഡിസൈൻ്റെ ബാക്കിൽ 10 ഇഞ്ച് ഗ്യാപ്പ് കൃത്യമായിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെയും ഗ്യാപ്പ് ഡിസൈൻ്റെ ബാക്കിൽ വേറൊരു ഡിസൈൻ വരുന്നുണ്ട്. മടക്കി വെച്ചിരിക്കുന്ന കാരണം നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഡിസൈൻ സാരിയിൽ ഇങ്ങനെ ബോർഡറിൽ വന്നേക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ ചെസ്റ്റ് പോർഷനിലും ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പുറത്തെ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിലത്തെ റണ്ണിങ് പോർഷനിലും അതുപോലെ തന്നെ ഒരു 4 ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു കുഞ്ഞ് ഡിസൈൻ റണ്ണിങ് പോർഷനിൽ അപ്പുറത്തെ മുന്താണിയിലും ഉണ്ട്. ചെസ്റ്റിൻ്റെ അവിടെ ഷോൾഡർ പ്ലീറ്റിൻ്റെ വരുന്ന ഷോൾഡറിൻ്റെ അവിടെയും അതുപോലെ തന്നെ ചെസ്റ്റിനോട് ചേർന്നും ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇനി ഇത് തയ്ക്കേണ്ടത്, ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതൊരു കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് കൊട്ട സാരിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബോർഡറിൽ കൂടെയൊക്കെ ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് ഗ്രേപ്പ് വൈൻ കളർ ത്രെഡ് വെച്ചിട്ടാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. നടുക്ക് ഓറഞ്ച് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്ന പേൾ കോട്ടൺ ത്രെഡാണ്. ഇത് സിംഗിൾ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇത് തയ്ച്ചിരിക്കുന്നത് ആങ്കർ കോട്ടൺ ത്രെഡാണ്. അതിന് നമ്മൾ 2 സ്ട്രാൻഡ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ബോർഡറിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒരു പാറ്റേൺ 2 സൈഡിലും ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മൾ സാരിയിൽ കണ്ട ഈ ഒരു ഡിസൈൻ്റെ കുറച്ച് പോർഷനാണ്. സാരിയിൽ കണ്ടത് ഇതുപോലത്തെ ഡയമണ്ട്സ് 9 എണ്ണമാണ് ഉള്ളത്. ഇതിൻ്റെ അതിപ്പോൾ ഞാൻ 2 എണ്ണമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വരയ്ക്കുന്നത് ഞാനിപ്പോൾ പെൻ വെച്ചോ വരച്ചത്. നിങ്ങൾ തുണിയിൽ വരയ്ക്കുമ്പോൾ ശരിക്കും പെൻ വെച്ച് വരയ്ക്കാൻ പാടില്ല. ഇത് നോർമൽ പെന്നാണ്. ഫാബ്രിക് പെന്നാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു ഈ കസൂത്തി വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിൻ എന്തെങ്കിലും സ്റ്റിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കസൂത്തി വർക്കിൻ്റെ ഒറിജിൻ കർണാടകയിൽ നിന്നാണ്. അപ്പം അതിൻ്റെ വേർഡ് മീനിങ് ഹാൻഡ് വീവ്സ് എന്നാണ്. കൈകൊണ്ട് വീവ് ചെയ്യുക അല്ലെങ്കിൽ തയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ കസൂത്തിയുടെ മീനിങ് തന്നെ. അപ്പോൾ ഈ ഒരു കസൂത്തി വർക്കിന് അവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മേളിലും താഴെയും ഒരുപോലെ ഇരിക്കണം. കെട്ടൊന്നും പാടില്ല, എല്ലിൽ കൂടെയും ത്രെഡ് വലിക്കാൻ പാടില്ല. അതാണ് അവരുടെ ഒരു എയിം. അപ്പം ഇങ്ങനെ നോക്കിയാലും അങ്ങനെ മറുവശം കണ്ടാലും ഏതാ അകം ഏതാ പുറം എന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ല. ആ രീതിയിലാണ് അവർ തയ്ക്കുന്നത്. അത്ര നീറ്റായിരിക്കും. അപ്പം ഞാൻ ആങ്കറിൻ്റെ നോർമൽ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നോർമൽ ത്രെഡ് 3 സ്ട്രാൻഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് കസൂത്തി വർക്ക് ചെയ്യുമ്പോൾ 1 to 3 സ്ട്രാൻഡ്സ്, ഒന്നുകിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഈ സ്ട്രാൻഡ്സ് ഉപയോഗിക്കാനാണ് എനിക്ക് താല്പര്യം. 1 ഇട്ടാൽ തീരെ ലൈൻസ് നമ്മൾ പ്രിൻറ്റ് ചെയ്തോരെ തയ്ച്ച് കിട്ടും. അതല്ല 2 ആണെങ്കിലും കുഴപ്പമില്ല. 3യിൽ കൂടുതൽ പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല. 6 സ്ട്രാൻഡ്സ് ഒന്നും ഇട്ട് തയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒത്തിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നവരെ തോന്നും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ്, ഞാൻ അടിയിൽ നോട്ട് ഇട്ടിട്ടില്ല. അപ്പം നോട്ടില്ലാണ്ട് എങ്ങനെയാണ് തയ്ക്കേണ്ടത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ നോട്ടിടാണ്ട് തയ്ക്കുമ്പം ഫുള്ളും വലിച്ചെടുക്കരുത്. അപ്പോൾ ഞാൻ അടിയിൽ കുറച്ച് പോർഷൻസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും ത്രെഡ് അവിടെ വെച്ചിരിക്കുകയാണ്. അത് അവസാനം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പം അങ്ങനെ വെച്ചിട്ട് ഒരു തൊട്ടടുത്ത് തന്നെ ഒന്ന് താത്തുകയാണ്. ഒന്ന് ഉറപ്പിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഊരിപ്പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ആ പോയിന്റിൽ തന്നെ നമ്മൾ എടുക്കുകയാണ്. നമ്മൾ കസൂത്തി വർക്ക് ചെയ്യണമല്ലോ. തൊട്ടപ്പുറം ഒന്ന് മാറി നമ്മൾ കുത്തിയെടുക്കുകയാണ്. തൊട്ടപ്പുറം നമ്മൾ കുത്തിയെടുത്തിട്ട് പിന്നെ നമ്മൾ തയ്ച്ച് പോവുകയാണ്. ഡിസൈൻ എവിടേക്കാണ് സ്റ്റെപ്പ് വന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ തയ്ച്ച് പോവുകയാണ്. ഓൾട്ടർനേറ്റ് ആയിട്ട് കേട്ടോ. തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ വരച്ചേക്കുന്നത് സ്ട്രെയിറ്റ് അല്ലെങ്കിലും തയ്ക്കാൻ നേരത്തെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ക്കാൻ ശ്രമിക്കുക. വളവൊന്നുമില്ലാണ്ട് കൃത്യമായിട്ട് തന്നെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് ഇതിൻ്റെ ഡിസൈൻ വരച്ചെടുക്കുന്നതാണ് ഏറ്റവും പാടുള്ള കാര്യം. ഞാൻ യൂഷ്വലി ലാപ്ടോപ്പിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അതെല്ലാം പ്രിൻ്റൊക്കെ എടുക്കുവാണെങ്കിൽ ഏത് സൈസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓവർ സൈസായിട്ട് ഇത് തയ്ച്ചാലും അതിൻ്റെ ആ ഒരു
ഭംഗിയുണ്ടാവില്ല. ഇത് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സായിട്ട് പോകുന്നതാണ് കാണാനൊരു ഭംഗി ഡിസൈനിൽ. ഇപ്പോൾ ഞാൻ ഈ ഇത്ര ഒരു പോർഷനാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണേ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഞാൻ റിട്ടേൺ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും തയ്ച്ചു കഴിഞ്ഞാൽ അത് റിട്ടേൺ എങ്ങനെയാണ് പോകുന്നത്? സെയിം പോയിന്റിൽ തന്നെ താത്തുക. നമ്മൾ എവിടെയാണോ ആദ്യം എടുത്ത് താത്തിയ ആ സെയിം പോയിന്റിൽ തന്നെ വീണ്ടും നമ്മൾ റിട്ടേൺ വന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ തയ്ച്ചു പോകുന്നത്. ആ സെയിം പോയിന്റിൽ കൂടെ എടുക്കുക, താത്തിയ പോയിന്റിൽ കൂടെ സെയിം പോയിന്റിൽ കൂടെ തന്നെ താത്തുക. അപ്പോൾ അതിൻ്റെ അകത്ത് ആ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. മാറിയിട്ടുണ്ടെങ്കിൽ ആ തുണിയുടെ കളറ് വരും, ഇഴയുടെ കളറ് വരും. അപ്പോൾ അത് ഈ നമ്മുടെ റെഡ് കളറിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് കളർ ത്രെഡ് നമുക്ക് തുണിയുടെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഭംഗിയുണ്ടാവില്ല. അപ്പോൾ അത് കൃത്യം സെയിം പോയിന്റിൽ തന്നെ. അപ്പോൾ ഇച്ചിരി കണ്ണിന് സ്ട്രെയിൻ, ഇപ്പോൾ ഷാഡോ വർക്കൊക്കെ ചെയ്യുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണം എന്ന് പറഞ്ഞവരെ ഇതിൻ്റെ അകത്തും കണ്ണിന് കൃത്യം ഹോളിൽ തന്നെ താത്താൻ നമ്മൾ നോക്കുമ്പം ഇച്ചിരി കണ്ണിന് സ്ട്രെയിനുള്ള ഒരു സ്റ്റിച്ചാണിത്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തു പോവുക. സെയിം പോയിന്റിൽ കൂടെ എടുക്കുക, സെയിം പോയിന്റിൽ കൂടെ താത്തുക. ഇപ്പം നമ്മൾ ഇത് റിട്ടേൺ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരുപോലെ തന്നെ നമുക്ക് ഇരിക്കുന്നതാണ്. കണ്ടില്ലേ? സ്റ്റെപ്പ് ഇവിടെയും സ്റ്റെപ്പായിട്ട് പോകുന്നുണ്ട്, ഇവിടെയും സ്റ്റെപ്പായിട്ട് പോകുന്നുണ്ട്. ഇനി ചിലവർ ചോദിക്കും, ഇത് റണ്ണിങ് സ്റ്റിച്ച് പോലെയല്ലേ തയ്ക്കുന്നത്? റണ്ണിങ് സ്റ്റിച്ച് പോലെ ഒരു സൈഡിൽ കൂടെ പോകുന്നു, റിട്ടേൺ വരുമ്പോൾ അത് റിട്ടേൺ റണ്ണിങ് സ്റ്റിച്ച്, അല്ലെങ്കിൽ ഡബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കണമെന്ന് പറയാം. ചിലർ ചോദിക്കും, ഇത് ബാക്ക് സ്റ്റിച്ച് തയ്ക്കണവരെ എന്തിനാണ് നമ്മൾ ഈ ഓൾട്ടർനേറ്റ് ആയിട്ട് തയ്ച്ചു പോയിട്ട് പിന്നെ റിട്ടേൺ വന്നെ, അപ്പോൾ തയ്ച്ചു പൊക്കൂടെ ബാക്ക് സ്റ്റിച്ച് പോലെയെന്ന്. അത് ഞാൻ കാണിച്ചു തരാം. ബാക്ക് സ്റ്റിച്ച് മാതിരി തയ്ക്കുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് മാതിരിയായിട്ടോ തയ്ക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് ആണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഫ്രണ്ടിൽ പോവുക, ബാക്കിലോട്ട് വരിക അല്ലേ? അപ്പോൾ നമ്മളിത് ഫ്രണ്ടിലോട്ട് പോയി ബാക്കിലോട്ട് തിരിച്ചിങ്ങനെ പോകും. അല്ലെങ്കിൽ കസൂത്തി വർക്ക് നോർമലി നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പോലെയല്ലേ ചെയ്യുന്നത്? ഇവിടെ കുത്തുക, പിന്നെ ഈ സ്റ്റെപ്പ്, പിന്നെ ഈ സ്റ്റെപ്പ്, അങ്ങനെയല്ലേ തയ്ക്കുന്നത്. പകരം ബാക്ക് സ്റ്റിച്ച് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പം തീർക്കാമല്ലോ എന്ന് ചിലവർ ചോദിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ഈ ഫ്രണ്ടിലോട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് എടുത്തോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നതെന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് വെച്ചാണ് ഈ സൈഡ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കേ, ഒരിടവിട്ട് ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പും ഇതിൻ്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡും ഒത്തിരി ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ അവർക്ക് ഫ്രണ്ടും അതിൻ്റെ സ്പെഷ്യാലിറ്റി പറയുന്നത്, ഈ സ്റ്റിച്ചിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ ബാക്കും ഫ്രണ്ടും ഒരുപോലെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് വെച്ച് ചെയ്താൽ അത് ശരിയാവത്തില്ല. അപ്പോൾ അതാണ് വ്യത്യാസം. ബാക്ക് സ്റ്റിച്ച് വെച്ച് ചെയ്യരുതെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഫ്രണ്ട് മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയെന്ന്. പക്ഷേ യൂഷ്വലി കസൂത്തി വർക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇപ്പോൾ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു, ത്രെഡ് തീർന്നു, നോട്ടിടണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെയും ഈ ഒരു പോയിന്റിൽ നമ്മൾ മേളിലോട്ട് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടെയല്ലേ തയ്ച്ച് തീർത്തത്, ഇവിടെയാണ് നോട്ടിടാൻ പോണത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് പൊക്കുക, തൊട്ട് സൈഡിൽ തന്നെ ഒന്ന് പൊക്കുക. എന്നിട്ട് വീണ്ടും അവൻ്റെ അടുത്ത് തന്നെ ഒന്ന് താത്തുക. നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ എങ്ങനെയാണോ നോട്ടിട്ട് അതുപോലെ തന്നെ, നോട്ടിട്ടതല്ല ഇങ്ങനെയാണ് നമ്മൾ ത്രെഡ് ചെയ്ത് അതുപോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളൊന്ന് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഉടക്കി വെച്ചാൽ മതി. ത്രെഡ് ഊരിപ്പോരത്തില്ല. അല്ലെങ്കിൽ ഒരു വട്ടവും കൂടെ നമുക്ക് ചെയ്യാം.
നമ്മൾ ചിക്കൻ കറി സൂട്ട്സൊക്കെ മേടിക്കാൻ നേരത്ത് നമ്മൾ കാണാറുണ്ട് അവർ നോട്ട് ഇടാറേ ഇല്ല, അവരങ്ങ് ത്രെഡ് അതുപടി അങ്ങ് ലീവ് ചെയ്യാണ്. അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കുഞ്ഞൊരു നോട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നോടെ ഒന്ന് കുത്തിത്താത്തിയിട്ട് വേറൊരു പോയിന്റിൽ കുത്തിയെടുത്തിട്ട് തൊട്ടടുത്ത് തന്നെ ഒന്ന് താത്തി ത്രെഡങ്ങ് ലീവ് ചെയ്ത് കട്ട് ചെയ്താൽ മതി, ഊരിപ്പോരത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് കസോത്തി വർക്ക് ചെയ്യേണ്ടത്. ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഇരിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇതിലത്തെ പല പാറ്റേൺസും ഉണ്ട്. ഇപ്പം ടെമ്പിൾ പ്രിൻ്റ് ആണെങ്കിലും ചിലവർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ടെമ്പിൾ പ്രിൻ്റ് കസോത്തി വർക്ക് ചെയ്യണതൊന്ന് കാണിച്ചു തരാമെന്ന്. അത് ചെയ്യണതും ഇത് ചെയ്യണതും ഒരുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഡിസൈനിന് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ സെയിം രീതിയിലാണ് തയ്ക്കുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.